അണ്ണാ ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഗൈസ് നമ്മളിപ്പോ ഒന്നു കുന്താപുര അരവിന്ദന്റെ അതിഥികൾ അതിലെ ഷൂട്ട് ചെയ്ത ആ ലോഡ്ജ് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. നമ്മൾ രണ്ടാളും മൂകാംബികയിലേക്ക് പോകുന്നതാണ്. രാവിലെ 10 മണിക്ക് വരേണ്ട ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ്. 4 hours ലേറ്റ് ആണ്. ഇപ്പോൾ 1:45 2 മണിക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി കാഴ്ചകൾ ട്രെയിൻ വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന വണ്ടി കൊച്ചുവേളി മുംബൈ LTT എക്സ്പ്രസ് ആണ്. ഇപ്പോൾ 1:55 ആയിട്ടുണ്ട്. 4 മണിക്കൂർ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. നോക്കാം. ഇറങ്ങുന്ന സ്റ്റേഷൻ ബൈന്ദൂരല്ല കേട്ടോ, കുന്താപുരയാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത്. ബൈന്ദൂർ സ്റ്റോപ്പില്ല. അവിടുന്ന് ബസ് പിടിച്ച് പോകണം. മഴ കടൽ. അടുത്ത സ്റ്റേഷൻ കോട്ടിക്കുളം. അപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂരിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. ഇനി 1 മണിക്കൂർ മതി മംഗലാപുരത്തെ. അപ്പോൾ ഒരു 5 മണി 6 മണിക്കുള്ളിൽ നമ്മൾ കുന്താപുരം എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാസർഗോഡ് വിട്ട് അടുത്ത മംഗലാപുരം. അടുത്ത സ്റ്റോപ്പ് മംഗലാപുരം. ഓക്കെ. ഉടുപ്പി കുന്താപുരം. നമ്മളിവിടെ മംഗലാപുരം എത്തിയിട്ടോ. മംഗലാപുരം ജംഗ്ഷൻ അല്ലേ? അതെ. 1.5 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടുണ്ട്. വെറും 1.5 മണിക്കൂർ കൊണ്ട്. കണ്ണൂരിൽ നിന്ന് എത്ര മണിക്ക് വിട്ടത്? കണ്ണൂരിൽ 2 മണി അടുത്തായിരുന്നു. 2 മണിക്ക് 3:30. ഇപ്പോൾ 3:30 10 മിനിറ്റ് കൂടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചായയെല്ലാം കുടിച്ചിട്ട് വരാം. ചായ ദോ ചായ. 10 മിനിറ്റ് എന്തായാലും ഉണ്ടല്ലോ വണ്ടി എടുക്കല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ചായയെല്ലാം കൂട്ടിക്കൊന്ന് ഏകദേശം എത്ര മണിക്കൂർ? ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്നതായിരിക്കും. ഏകദേശം ഒരു 1.5 മണിക്കൂർ. പിന്നെ മൂകാംബികയിൽ ഞാൻ ഫസ്റ്റ് ടൈം ആകട്ടോ പോകുന്നത്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ കുടജാദ്രി ട്രക്കിംഗ് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ട്രക്കിംഗ് ആണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. മഴയൊക്കെ ഉണ്ട്, നോക്കാം നമുക്ക് എന്തായാലും പറ്റുമോ നമുക്ക് നോക്കാം. അവിടെ പോയിട്ട് ട്രക്കിങ് നടക്കുകയില്ലോ. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് മഴ നല്ലതാണെങ്കിൽ ചിലപ്പോൾ നടക്കാൻ ചാൻസ് കുറവാണ് അല്ലേ? മഴ എങ്ങനെയാണെന്നറിയില്ല. അവിടെ നല്ല ചളിയൊക്കെ ആണെങ്കിൽ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നോക്കാം. ഇപ്പോൾ കുറേ നിരപ്പാക്കിയെന്നും പറയുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ കുറേ ഭാഗമെല്ലാം ചിരൽ നിരപ്പാക്കിയെന്ന് പറയുന്നുണ്ട്. എൻ്റെ അവസ്ഥ അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. മെയിനായിട്ട് നമ്മൾ ട്രക്കിങ്ങാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അമ്പലത്തിൽ പോകുന്നുണ്ട്. നമ്മളെ വെച്ചതല്ലേ? നമ്മളെ സീറ്റ് നമ്പർ S4 72 ഇന്ത്യ 67. ഇതാണ് നമ്മളെ സീറ്റ് വരുന്നത്. ഓക്കെ. 72 67. ചട്നത്തോ സമൂസ എന്തുണ്ട്? ടേസ്റ്റില്ലല്ലേ? വെറുതെ വാങ്ങിച്ചു.
उडुपी लोकमान्य टर्मिनल सुपरफास्ट एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर आ चुकी है। इस गाड़ी से बढ़ाया गया നല്ല രീതിയിൽ മഴയുണ്ട് കേട്ടോ കർണാടക ഭാഗത്ത്. ഇവിടെ ഒരു അരമണിക്കൂർ കൊണ്ട് എത്തും. നല്ല മഴയാണ് പുറത്ത്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് കുന്താപുര. ഇനി ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ബസ്സിന് പോകണം. ഒരു 3 കിലോമീറ്റർ അടുത്താണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അറിഞ്ഞത്. അപ്പോൾ അത് എത്ര മണിക്കൂറുണ്ടോ? 1.5 മണിക്കൂർ ഓട്ടുണ്ട്. 40 കിലോമീറ്റർ നമുക്കൊരു ഓട്ടുണ്ടാവും. 1.5 മണിക്കൂർ ഓട്ടമുണ്ട് മൂകാംബിക അമ്പലത്തിലൊക്കെ. അതെ അതെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് റൂമെല്ലാം എടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ രാത്രി ഫുഡ് അവിടെ നിന്നായിരിക്കും അമ്പലത്തിൽ. പിന്നെ നാളെ രാവിലെ ആയിരിക്കും ചിലപ്പോൾ ദർശനം. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ പോലെ. ഇവിടെ നല്ല മഴയുണ്ട്, നിങ്ങൾക്ക് കാണിച്ചതാ. നല്ല രീതിയിൽ മഴയുണ്ട്. അപ്പോൾ നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല, ആകെ പെട്ട അവസ്ഥയാണ്. കുടയും കോട്ടൊന്നും ഇല്ല അല്ലേ? ഒന്നും എടുത്തില്ല. അപ്പോൾ പക്ഷേ ട്രെയിൻ നല്ല ഫാസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? ട്രെയിൻ നല്ല പറക്കുവരെ. കണ്ണൂരിൽ നിന്ന് ഒരു 2 മണിക്ക് വിട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ എത്തി 4.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ലൊക്കേഷനിലെത്തി. ശരിക്കും പറഞ്ഞാൽ മൂകാംബിക പോകാൻ ബെറ്റർ ബൈന്ദൂരാണ്. പക്ഷേ നമ്മൾ ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് ഈ കുന്താപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണേ. ഇനി ഇവിടുന്ന് ബസ്സിന് പോകണം. മഴയായതുകൊണ്ട് ഓട്ടോനെ പോകുന്നത്. അപ്പോൾ 170 റുപ്യാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള ചാർജ്. ഓക്കെ, സ്റ്റാൻഡിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 8 കിലോമീറ്ററോ? നല്ല വ്യൂ ആട്ടാ ഇത്. നമ്മൾ ഓട്ടോനെ പോകുന്നത് പുറത്തുള്ള വ്യൂ ആണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കണ്ടല്ലായിട്ട്. నాగేంద్ర ఊరు ఇంకేదా పక్కనదా? ఓకే ఓకే. ഒന്നാണ് കുന്താപുര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ആണോ? 40 കിലോമീറ്റർ. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഓട്ടം ഉണ്ടാവും. മൂകാംബിക ഏത് ബസ്സാണ്? കൊല്ലൂർ എക്സ്പ്രസ്. അതിന് കയറണം. അപ്പോൾ നമുക്ക് ബാക്കി ബസ് കയറിയിട്ട് മൂകാംബിക എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ബസ് മൂകാംബികയിലേക്ക് പോകുന്നത് കൊല്ലൂർ മംഗളൂർ. ബസ് ഓക്കെ, ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ നമ്മളപ്പോൾ അങ്ങനെ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നടക്കാം. 7:30 നടന്നിട്ട് നമ്മൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നടന്നിട്ട് പോകണം. അപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല, രാത്രി ആയതുകൊണ്ട്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഒരു 500 മീറ്റർ ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ നടന്നു പോവാണ് ഹോട്ടലിലേക്ക്. അപ്പോൾ നമ്മൾ മൂകാംബിക എത്തി. അപ്പോൾ നമുക്ക് മഞ്ജു അണ്ണൻ എന്ന് പറഞ്ഞ അണ്ണനാണ് റൂം സെറ്റ് ആക്കി തന്നെ. അണ്ണ റൂമിൻ്റെ ലോഡ്ജിൻ്റെ പേര് നാഗശ്രീ ഡിലക്സ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇവിടെ റൂം എടുക്കുക, ചെറിയ പൈസക്ക് സെറ്റ് ആക്കി തരും നമുക്ക്. അരവിന്ദന്റെ അതിഥികൾ അതിലെ അരവിന്ദനാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ലോഡ്ജിൻ്റെ പേര് പറ. നാഗശ്രീ ഡിലക്സ്. നാഗശ്രീ ഡിലക്സ്. ഓക്കെ, നമുക്ക് ഓഫ് സീസൺ ആയതുകൊണ്ട് 600 രൂപയ്ക്ക് ഇത് കിട്ടി. ഡബിൾ റൂം സെറ്റാണ്, ബാത്റൂം
എനി ടൈം ഹോട്ട് വാട്ടർ. ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് നേരെ ഇനി അമ്പലത്തിലേക്കാണ് അല്ലേ? നേരെ അമ്പലത്തിലേക്ക് പോകുന്നു. അവിടുന്ന് ഫുഡ് ദർശനം കണ്ട് ഫുഡും കഴിച്ചിട്ട് 8 മണി മുതൽ 10 മണി വരെയാണ് അന്നദാനം. അപ്പം ഫുഡും കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിനകത്ത് കുറച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അരവിന്ദന്റെ അതിഥികൾ അതിലെ ഷൂട്ട് ചെയ്ത ആ ലോഡ്ജ് ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ആ ഷൂട്ട് ചെയ്തത്. അമ്പലത്തിൻ്റെ മെയിൻ കവാടം ഇതാണ്, മെയിൻ എൻട്രൻസ്. അപ്പം നല്ല രീതിയിൽ ക്യൂ ഉണ്ട് കേട്ടോ ദർശനത്തിന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മളെ മൂകാംബിക അമ്പലം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നെങ്കിലും കൂടുതൽ ഇവിടെ വരുന്നത് മലയാളികളാണ് കേട്ടോ. ഒരു ദിവസം പോലും ഇവിടെ മലയാളികൾ ഇല്ലാണ്ട് അന്നദാനം കൊടുക്കുന്ന ഹാൾ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, നല്ല ഇടിവെട്ട് മഴയാണ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ, പുറത്ത് നല്ല മഴയുണ്ട്. ഫുഡൊക്കെ നല്ല ഫുഡ് തന്നെയാണ് ഇവിടെ. പിന്നെ 2 ടൈപ്പ് റൈസും 2 ടൈപ്പ് കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു ബാരിക് റൈസ് മാത്രമേ നമുക്ക് കിട്ടില്ല, പിന്നെ സാമ്പാർ പിന്നെ മോരും ഉണ്ടായിരുന്നു. ഫുഡ് സെറ്റ് തന്നെയാണ്, നല്ല ഫുഡാണ്. സ്റ്റേജ് പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് റൂമിലേക്ക് പോകുന്നു കേട്ടോ. രാവിലെ പുലർച്ചെ എണീറ്റ് പോകണ്ടേ. അപ്പോൾ നമ്മളങ്ങനെ റൂമിലെത്തി. അപ്പോൾ ഈ മൂകാംബിക ട്രിപ്പിൻ്റെ വ്ളോഗ് നമ്മൾ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അമ്പലം എത്തിയത് വരെ ഉള്ളത്, പിന്നെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കുടജാത്രി ട്രക്കിങ്ങിന് പോകുന്നത്. 2 പാർട്ടായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.